ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് റൈഡേഴ്സിൻ്റെ വേണ്ടി ഒരു കിടിലൻ പ്രീസെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്കിൽ നിന്ന് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് കിട്ടാൻ വേണ്ടി വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്ത് കാണുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിപ്പ് ഫയലാണ് കിട്ടുക. അത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ചില ഫോണുകൾ അത് ഡീകംപ്രസ് എന്നായിരിക്കും. അപ്പോൾ എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്ട് ടു കറണ്ട് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്വേഡ് ചോദിക്കുന്നതാണ്. പാസ്വേഡ് കിട്ടാൻ വേണ്ടി വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം എക്സ്ട്രാക്റ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇനി നമുക്കൊരു ഫോൾഡർ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഒരു DNG ഫയൽ ആയിരിക്കും കിട്ടുക. നമുക്ക് ഒരു ഫോൾഡറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം .dng പ്രീസെറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ലൈറ്റ് റൂം പ്രീസെറ്റ്സിൻ്റെ ഫോർമാറ്റ് DNG ഫയലാണ്. അപ്പോൾ ഇനി ഇത് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കുക ഒന്നുകൂടെ. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ചില ഫോണുകളിൽ ഷെയർ എന്നായിരിക്കും. അപ്പോൾ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് പിന്നെ വരുന്നതാണ്. അപ്പോൾ ആഡ് ടു ലൈറ്റ് റൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ആഡ് ടു ലൈറ്റ് റൂം, ആഡ് ടു LR എന്ന് പറയുന്ന ഓപ്ഷൻ അത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീസെറ്റ് ഡയറക്റ്റായിട്ട് ലൈറ്റ് റൂമിലേക്ക് ആഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പ്രീസെറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കാം. അറിയാത്തവർക്ക് പ്രീസെറ്റിൻ്റെ ഫിൽറ്റർ നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ ഫോൾഡറോ ആൽബം ഉണ്ടാക്കണമെങ്കിൽ സൈഡിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നാണ്. നിങ്ങളുടെ പ്രീസെറ്റ് ചിലപ്പോൾ ഓൾ ഫോട്ടോസിലായിരിക്കും വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എൻ്റെ പ്രീസെറ്റ് ഓപ്പൺ ചെയ്തു. പ്രീസെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയാണ് കോപ്പി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കോപ്പി ചെയ്യാൻ വേണ്ടി സൈഡിലുള്ള 3 ഡോട്ട് കാണാം. നമുക്ക് റൈറ്റ് കോർണറിൽ അത് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ് കോപ്പിയുടെ എന്ന് കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി ബാക്കോട്ട് പോവുക. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ബൈക്കിൻ്റെ ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ബൈക്കൊക്കെ ഏത് ഫോട്ടോ, വണ്ടിയുള്ള ഏത് ഫോട്ടോ അപ്ലൈ ചെയ്യാം. കാറായാലും കുഴപ്പമില്ല, ബൈക്കും കാറൊക്കെ നല്ല എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോട്ട് പിന്നെയും ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സെറ്റിങ്സ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഒരു എലഗൻറ്റ് പ്രീമിയം ലുക്കാണ് തന്നിരിക്കുന്നത് പ്രീസെറ്റ്. നിങ്ങൾക്കിപ്പോൾ ഒരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഇതിനും ലുക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ഗ്രീനറി ഒന്നും ഇല്ലാത്തൊരു വെറുതെ സ്ഥലത്ത് നിർത്തിയിട്ട് ഫോട്ടോ ആണ്, എന്നിട്ട് ഇതുപോലെ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഫോട്ടോസൊക്കെ ആകുമ്പോൾ കിടിലൻ ലുക്കായിരിക്കും. നിങ്ങൾക്ക് കാണാം ബിഫോറും ആഫ്റ്ററും ഞാൻ കാണിച്ചു തരാം. ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് കാണാം ഒരു ലുക്ക് കൂടി, ഭയങ്കര ലുക്കായിട്ട് നിങ്ങൾ ക്ലാരിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 1124 ആണ്. പാസ്വേഡ് പ്രീസെറ്റിൻ്റെ 1124 4 ഡിജിറ്റാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, 1124. അപ്പോൾ നിങ്ങൾക്ക് നേരെ പ്രീസെറ്റ് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു കിടിലൻ പ്രീസെറ്റായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.